നമസ്തേ. സർപ്പബാധയുള്ളവർ എന്തൊക്കെയാണ് പരിഹാരം ചെയ്യേണ്ടത്? കേരളം അതിപുരാതന കാലം മുതൽ തന്നെ സർപ്പാരാധനയ്ക്ക് അതീവ പ്രാധാന്യം നൽകിയിരുന്നു. ആരോഗ്യം, സന്താനഭാഗ്യം എന്നിവയ്ക്ക് സർപ്പാരാധന ഉത്തമമാണ്. ജാതകത്തിലും പ്രശ്നത്തിലും രാഹു അനിഷ്ടഭാവത്ത് നിന്നാൽ സർപ്പബാധ പറയാം. സർപ്പക്കാവ് വെട്ടിത്തെളിക്കുക, കാവിലെ വൃക്ഷങ്ങൾ നശിപ്പിക്കുക, സർപ്പത്തിൻ്റെ മുട്ടകൾ, സർപ്പക്കുഞ്ഞുങ്ങൾ എന്നിവയെ നശിപ്പിക്കുക, കാവിൽ കിളയ്ക്കുക, പാമ്പിൻ പുറ്റ് ഉടയ്ക്കുക, സർപ്പത്തെ കൊല്ലുക, സർപ്പക്കാവ് അശുദ്ധമാക്കുക, ഇവിടെ മലമൂത്ര വിസർജനം ചെയ്യുക തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും സർപ്പബാധ ഭവിക്കാം. ഉത്തമ സർപ്പങ്ങളുടെ കോപശാന്തിക്ക് സർപ്പബലി നടത്തുക, നീചസർപ്പങ്ങളുടെ തൃപ്തിക്ക് സർപ്പപ്പാട്ടുകൾ നടത്തുക. സർപ്പശാന്തികരങ്ങളായ നൂറും പാലും സർപ്പങ്ങൾക്ക് ഏറ്റവും പ്രിയകരമായ വഴിപാടാണ്. സ്വർണം കൊണ്ടോ ചെമ്പുകൊണ്ടോ സർപ്പപ്രതിമയും മുട്ടയും ഉണ്ടാക്കി നാഗക്ഷേത്രത്തിൽ സമർപ്പിക്കുക. കാവിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. ചിത്രകൂടം നിർമ്മിക്കുക. കാവിൽ അശുദ്ധി മാറാൻ സ്ഥലശുദ്ധി വരുത്തി പുണ്യാകം നടത്തുക. കാവിൽ പൂജകളും മറ്റു കർമ്മങ്ങളും വിധിപ്രകാരം നടത്തുക എന്നിവയൊക്കെ ദൈവജ്ഞ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതാണ്. കാവില്ലാത്തവർക്ക് സ്വഭവനത്തിൽ തന്നെ പത്മമിട്ട് നൂറും പാലും കഴിക്കാവുന്നതാണ്.